നമസ്കാരം ചേട്ടാ. നമ്മുടെ വയനാട്ടിൽ ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള വീടിന് 30 ലക്ഷം രൂപ ചിലവാകുന്നതിനെ കുറിച്ച് എന്തായി ആ വാർത്ത? അല്ല, ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം എന്താണ് വിവരമൊന്നും ഒരു ഇതില്ല. അതിനൊന്നും എനിക്കറിഞ്ഞൂടാ സത്യത്തിൽ. എനിക്കത് ഇപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഈ പെരിയ ഇരട്ടക്കൊല കേസിലെ 4 പ്രതികളെ ഇപ്പോൾ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയല്ലോ, അവർ ശിക്ഷ മരവിപ്പിച്ചല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അല്ല, അതും നമുക്ക് അറിയില്ല. കാരണം അതൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. ഇപ്പം നിറയെ നിൽക്കുന്നത് മറ്റേ ഹണി റോസും ബോച്ചയും. വേറെ ഇതൊന്നും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അല്ല, അത് ചേട്ടാ ഞാൻ പറഞ്ഞപ്പോഴേ ഞാൻ അതാ കറക്റ്റായിട്ട് ശരിയായിട്ട് ആലോചിച്ചത്. കാരണം ഇപ്പോൾ ഈ ഒരു പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയതും അവരെ ജയിലിൽ അടച്ചതും അവരെ കാണാൻ പി ജയരാജൻ ചെന്നതും അദ്ദേഹം എഴുതിയ പുസ്തകം വായിക്കാൻ കൊടുത്തതും 1000 സ്ക്വയർ ഫീറ്റുള്ള വീടിന് 30 ലക്ഷം രൂപ ചിലവാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ഒക്കെയാണ് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഹണി റോസ് കൊണ്ടുവന്ന് ബോച്ചയ്ക്കെതിരെ പരാതി കൊടുക്കുന്നത്. എന്തായിരുന്നാലും അതേക്കുറിച്ച് പറയാൻ ഭയമാണ്. കാരണം അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊക്കെ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെയും ഇവരുടെയൊക്കെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് വരും. എന്തിന് നമ്മൾ ആ പണിക്ക് നിൽക്കണം? അതുകൊണ്ട് ആ ഏരിയയിലോട്ട് കടക്കുന്നില്ല. പക്ഷേ ഇതിൽ അന്ന് ഈ ഹണി റോസ് ഈ സംഭവം നടന്നിട്ട് ഒരു 4-5 മാസങ്ങളായി. അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആയി. അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാൻ പാടില്ല. കാരണം സ്ത്രീത്വം അപമാനിക്കപ്പെടും, അത് പാടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പെട്ടെന്ന് ഒരു ദിവസം മുഖ്യമന്ത്രി ഇവർ പരാതി കൊടുക്കുന്നു ബോച്ചയ്ക്കെതിരെ. ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അതായത് ബോച്ചയാണെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് പോസ്റ്റ് ഇടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു മുഖ്യമന്ത്രി. കാരണം കേരളത്തിൽ തലമറിഞ്ഞ പ്രശ്നങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്, പല പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അതായത് വയനാട് ദുരന്തം വന്നപ്പോൾ പോലും അദ്ദേഹം ഇത്തരം ഫോണിലൊക്കെ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം നമ്മൾ പത്രമാധ്യമങ്ങളിലൊന്നും അറിഞ്ഞിട്ടില്ല, ദേശാഭിമാനിയിലൊന്നും അറിഞ്ഞൂടാ. ആ മുഖ്യമന്ത്രി ഹണി റോസിനെ വിളിച്ച് പിന്തുണ അറിയിക്കുകയാണ്. അതായത് ബോച്ചെ എന്നൊരു വ്യവസായി അവരെക്കുറിച്ച് എന്തോ ഒരു പരാമർശം നടത്തിയതിന് അവരൊരു പരാതി കൊടുത്തു. അതിന് മുഖ്യമന്ത്രി വിളിച്ച് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. അതോടുകൂടി മാധ്യമങ്ങളെല്ലാം ഇത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു. ബോച്ചയെ പിടിക്കാനായി പോലീസ് പോകുന്നു. അതായത് ഈ എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. ശരി, ബോച്ച ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ അടുത്ത കേസാവും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും ബോച്ചയ്ക്ക് ഒരു നോട്ടീസ് കൊടുക്കാനോ, കാരണം ബോച്ചയുടെ കയ്യിൽ നിന്ന് ഇവനൊക്കെ കോടികൾ പാർട്ടി ഫണ്ട് വാങ്ങിച്ചു കാണും, കുറേ മുക്കിക്കാണും. ബോച്ച തന്നെ ബോച്ച എങ്ങനെയുള്ള വൃത്തിയിട്ടവനായിക്കോട്ടെ, കോടിക്കണക്കിന് രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് ബോച്ചയെ 1000 ഏക്കർ ചെന്നിട്ട് അവിടെ വയനാട് ചെന്നിട്ട് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടുന്നത്. ഒരു വലിയ കുറ്റവാളിയെ പോലെ പിടികൂടി കൊണ്ടുവരുന്നു. ഒരു നോട്ടീസ് അയക്കാം അയാൾക്ക്. അയാൾ ചിലപ്പോൾ ഒരു മുൻകൂർ ജാമ്യത്തിന് പിന്നെ കോടതിയെ സമീപിക്കും, കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ എന്തിനാണ് സർക്കാരിൻ്റെ ഇത്രയും പണം മുടക്കി ഇത്രയും സർക്കാർ വാഹനം? ഒന്നാമത് നശിച്ച് നാറാണക്കല്ല് തോണ്ടിയിരിക്കുകയാണ് കേരളത്തിൻ്റെ പൊതുഖജനാവും സംസ്ഥാനവും. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും പോലീസുകാർ വാഹനത്തിൽ ഡീസൽ അടിച്ച് തലേ ദിവസമേ വയനാട്ടിൽ ചെന്ന് അവിടെ നിന്ന് ബോബി ചെമ്മന്നൂരിൽ ആ കോഴിയെ ഓടിച്ചിട്ട് പിടിക്കും പോലെ വളഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുവന്ന് അവിടുത്തെ ക്യാമ്പിൽ കൊണ്ടുവരുന്നു. അതും ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഈ പട്ടികൾ ഇങ്ങനെ നിൽക്കുമല്ലോ, അവിടെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും ഇടുമ്പം എല്ലാം കൂടെ ചാടി വീഴും. കുറച്ച് അങ്ങോട്ട് മാറി ഇടുമ്പം എല്ലാം കൂടെ ചാടി അങ്ങോട്ട് വീഴും. ഈ സമയത്ത് എന്ത് ചെയ്യും? വീട്ടിൽ കള്ളം കയറും. അത് കള്ളന്മാർ കൂട്ടമായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഈ കൂട്ടം വരുന്ന ഒരു കള്ളൻ ഇതേപോലെ ഇട്ട് കൊടുക്കും. അപ്പം പട്ടികൾ ചിലപ്പോൾ 2-3 വളർത്ത് പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പട്ടികളെല്ലാം കൂടെ അതിൻ്റെ പിറക്കി പോകും. ആ സമയത്തിന് മറ്റേ കള്ളം കയറി പൂട്ട് വിളിച്ച് സാധനം എടുക്കും. ആ ഒരു സിസ്റ്റമാണ്. അതുപോലെ ഒരു ഏകദേശം അത് തന്നെയാണ് സുരേഷ്. അത് കാരണം എനിക്ക് ഇതിൽ ഞാൻ കാണുന്നത് ഒരു ഭരണകൂടത്തിലിരിക്കുന്ന ഒരു ഭരണാധിപന് ചില ഭാഗ്യങ്ങൾ കിട്ടും. അതായത് അത് ഞാൻ ഒന്ന് പറയാം. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമങ്ങളെയും എല്ലാ മാധ്യമങ്ങളെയും, അത് പ്രിന്റ് മാധ്യമത്തിനെയും അല്ല മറ്റു മീഡിയകളെ എല്ലാത്തിനെയും, TV മാധ്യമത്തിനെയൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ കേരളം പഠിക്കുന്നത്. മാത്രമല്ല മറ്റു പൊളിറ്റീഷ്യന്മാരെയും രാഷ്ട്രീയക്കാരെയും കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്താണോ നേരത്തെ പറഞ്ഞതുപോലെ ഇട്ടുകൊടുത്താൽ
കടിച്ചുകൊണ്ട് ഓടും എന്നത് വ്യക്തമാണ്. അവർക്കറിയാം ഒരു അത്യാവശ്യം കുരയ്ക്കാൻ വരുന്ന പട്ടി, കടിക്കാൻ വരുന്ന പട്ടിക്ക് ഒരു മുറി തേങ്ങാത്തുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന വിഷയം, നമ്മൾ ഈ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഇപ്പോഴും നേരെ ചൊവ്വയായിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ചിലപ്പോൾ നന്നായി നടക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അമിതമായ തുകയാണ് ഇട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ആ തുകയിൽ നിന്ന് മാറില്ല, DYFI ഉൾപ്പെടെ മാറില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് കൂടുതൽ ചർച്ചയാവരുത്. അതൊന്നും ചർച്ചയാകുന്നില്ല. രണ്ട് ഈ പ്രതികളെ, പെരിയ പ്രതികളെ CPM ഇത്രയധികം കണക്കറ്റ് പിന്തുണ കൊടുക്കുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി മോശം ഉണ്ടാക്കുന്ന, ഇമേജിന് കുഴപ്പം മോശം ഉണ്ടാക്കുന്ന. പാർട്ടി വേറെ ഗവൺമെന്റ് വേറെയാണല്ലോ, രണ്ടും ഒന്നാണെങ്കിൽ എങ്കിലും പാർട്ടി, ആ ഗവൺമെന്റ് ഇവിടെ ഇരിക്കുമ്പോൾ ആ ഗവൺമെന്റ് നയിക്കുന്ന പാർട്ടി ഇത്രയധികം കൊലയാളികളെ, കോടതി ശിക്ഷിച്ച കൊലയാളികളെ ഇങ്ങനെ പിന്തുണ കൊടുക്കുന്നത്, ഞങ്ങൾ സംരക്ഷിക്കും, ഞങ്ങൾ എന്ത് വേണോ ചെയ്യും, ഏതെറ്റും വരെയും പോകുന്നൊക്കെ പറയുമ്പോൾ അത് ഗവൺമെന്റിനെയും കൂടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതൊന്നും ഇനി കൂടുതൽ ചർച്ചയാവരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൻവറിനെ കിട്ടിയത്. അൻവർ ചെറിയൊരു ബഹളം കാണിക്കുകയൊക്കെ ചെയ്യുകയും അങ്ങനെ അൻവറിനെ ചെന്ന് തൂക്കിയെടുത്തോ എന്ന് പിണറായി വിജയൻ പറയും. കാരണം അതിന്റെ പിറകെ അങ്ങ് മാധ്യമങ്ങൾ പോകും, ഇതെല്ലാം അങ്ങ് മറക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അൻവറിനെ പിടിച്ച് അകത്തിട്ട മാധ്യമങ്ങൾ ഇങ്ങനെ ലൈവ് അടിക്കുകയായിരുന്നു. അൻവർ പിടിക്കാൻ പോകുന്നത്, അൻവറെ പിടിക്കുന്നത്, അൻവറിനെ അകത്തിടുന്നത്, ഇതെല്ലാം ഇങ്ങനെ ലൈവ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊന്നും ആരും ഓർമ്മിക്കുന്നില്ല, ജനങ്ങളാരും ഓർമ്മിക്കുന്നില്ല, മാധ്യമങ്ങൾ ഓർമ്മിക്കുന്നില്ല. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം മറന്നു. ഇപ്പൊ റേഷൻ കടയിൽ അരിയില്ല, കുറെ കാലത്തായിട്ടൊക്കെ അവര് ഈ സപ്ലൈ ചെയ്യുന്നവർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഒരു 5-6 ദിവസം പോലും അവിടെ റേഷൻ കടയിൽ അരി കിട്ടില്ല. അപ്പൊ ആ ഒരു വിഷയമുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്നത് മറച്ചു വയ്ക്കാൻ പറ്റും. അപ്പൊ അൻവറിനെ കയ്യിലെടുത്ത് അത് വെച്ച് മറച്ചു വയ്ക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് പറ്റിപ്പോയി. കാരണം കോടതിയിൽ അന്ന് രാത്രി തന്നെ അൻവറിനെ പറഞ്ഞു വിട്ടുകൂടി അൻവറിന് ഒരു ഇമേജ് കൂടിയതേ ഉള്ളൂ. അല്ല, അന്ന് രാത്രി തന്നെ വിട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പരിപാടി നടന്നില്ല. അല്ലെങ്കിൽ 2 ദിവസവും കൂടെ ഇയാൾക്ക് ജാമ്യത്തിന് പോയി, ജാമ്യം കിട്ടിയില്ല, റിമാൻഡ് ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം അപ്പീലിന് പോകുന്നു. അങ്ങനെ ആ 1-2 ദിവസവും കൂടെ അൻവർ നിറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ കണക്കൂട്ടിയതിനെ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹണി റോസ് വിഷയം വരുന്നത്. ഹണി റോസ് വിഷയം വന്നിട്ട് ഹണി റോസിന്റെ വിഷയം വന്നപ്പോൾ പെട്ടെന്ന് ഈ നമ്മളെ ലെഡ് പൊട്ടുന്നത് പോലെ ഭരണകൂടത്തിന്റെ തലയിൽ ലെഡ് പൊട്ടിയല്ല. ഇതിൽ പോലും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം ഹണി റോസ് ഈ ഉദ്ഘാടന ചടങ്ങിനൊക്കെ വരുന്നതാണ്. പക്ഷെ അവരങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്തൊരു സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ പലരും പല വിഷയങ്ങളിലും ചൊറിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അവരുടേതായൊരു വഴി നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എനിക്ക് അവരോട് ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ബഹുമാനം ഇല്ലെന്ന് പറഞ്ഞ് കേസുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ ഒരു പക്ഷേ അവരുടെ ഇഷ്ടപ്രകാരം അവർ ചെയ്തായിരിക്കില്ലെന്നും എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടല്ലേ? ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇനി അതിൻ്റെ പേരിൽ സാറേ എനിക്ക് വകുപ്പ് പറഞ്ഞിട്ടല്ലോ കേസ് എടുക്കരുത്. കാരണം അഭിപ്രായമാണെന്നേ. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഹണി റോസിനെ വിളിക്കുന്നു. വാച്ച് ചെയ്തുപോലെ ഒരു 5 മാസം മുമ്പ് ഒരു പരാമർശം നടത്തി. ഈ 5 മാസം മുമ്പ് ഒരു പരാമർശം നടത്തിയപ്പോൾ ആ പരാമർശത്തിനെതിരെ ഹണി റോസ് ഒരു പരാതി പെട്ടെന്ന് കൊടുക്കുന്നു. കൂടിക്കാഴ്ച അവസരം ഉണ്ടാക്കുന്നു. മുഖ്യമന്ത്രി അങ്ങനെ പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ ഹണി റോസിനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെന്നാണ് തോന്നുന്നത്. ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിക്കുന്നു. കണ്ടെന്ന് അറിയില്ല. ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിക്കുന്നു. പിന്നെ ദ്രുതഗതിയിൽ ഞാൻ പറഞ്ഞില്ല, ഇത്രയും കോടിക്കണക്കിന് 10,000-കണക്കിന് രൂപ എന്നാവും ഡീസൽ അടിച്ച് ഇത്രയും വാഹനങ്ങൾ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇന്ന് വയനാട്ടിൽ പോയി തിരിച്ച് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരുമ്പോൾ 10,000-കണക്കിന് രൂപയാകും, ചിലവാകും. ഒരു നോട്ടീസ് അടിച്ച് ഒരു സാധാരണ പൗരന് കൊടുക്കേണ്ട ഒരു അവകാശം. അയാളൊരു ഒരു പിടികിട്ടാപ്പുള്ളിയോ അല്ലെങ്കിൽ ഒരു ക്രിമിനലോ അല്ലെങ്കിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയവനോ കൊലയാളിയോ അല്ലെങ്കിൽ ഈ മാസപ്പടി വാങ്ങുന്നവനൊന്നും അല്ലല്ലോ. അയാളൊരു സാധാരണ അയാളെ കുറെ ഞാൻ അയാളുടെ പ്രവൃത്തികളൊക്കെ ന്യായീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഇത്രയും കിട്ടും. മറ്റൊന്നുകൂടിയുണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂർ എന്ത് പറയുമ്പോഴും അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നവന്മാരാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളാണ് ഇവിടുത്തെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ. ഈ മാധ്യമങ്ങളാണ്, അതായത് പൊതുസമൂഹത്തെ അവന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ കുറെ ഈ മെനകെട്ടവന്മാരുണ്ട്. അതായത് ഒരു മൊബൈലും കടിച്ചു പിടിച്ച് ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കുക, വയസ്സറിയിക്കുകയോ ചെയ്താൽ അവിടെ ചെല്ലുക, ഏതെങ്കിലും ഒരു 4 പേര് അറിയുന്നത് സത്യം നാണക്കേടാണ് ചേട്ടാ. കാരണം ഇവിടെ നമ്മളെപ്പോലുള്ള കുറേ പേര് കടം വാങ്ങിച്ചും മറ്റ് പല കാര്യങ്ങളും ചെയ്ത് ഓരോ സ്ഥാപനങ്ങളും മാന്യമായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും പെടുന്നത് ഓൺലൈൻ
ഓൺലൈൻ ചാനൽ എന്നൊരു കാറ്റഗറിയിലാണ് പെടുന്നത്. നമ്മളെയും ആ ടീമിന്റെ അവര് അതെന്താണ് ഒരാൾ ഒരു സെലിബ്രിറ്റി അവൻ കണ്ടോ നെഞ്ചിൽ ചാരി നിൽക്കുന്നത് കണ്ടോ പിന്നെ മറ്റേ അവൻ വിവാഹശേഷം ഇരുന്ന് ഉരുള ഉരുട്ടി അണ്ണാക്കിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടോ. നാണമില്ല ഈ നാറികൾക്ക്. അതങ്ങനെ കുറേ എണ്ണം. പക്ഷേ അതിന് പുറമേണ് ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളോട് ചെയ്യുന്നത് ചതിയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഇതെന്താണ് ഈ ചാനലിൻ്റെയും മറ്റു കാര്യങ്ങളും ഈ ഒരു ലൈം ലൈറ്റ് കണ്ടിട്ട് അതിൽ നിൽക്കാമെന്നുള്ള ഒരു ഇതിൽ ഇങ്ങോട്ട് ഒരു ജേർണലിസവും കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ വരണതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതിന് പോലും ഓരോ പിള്ളേരെ ഇൻ്റർവ്യൂവിനൊക്കെ എടുത്തിട്ട് വരുമ്പോൾ പോലും എന്താണ് പൊളിറ്റിക്സ്, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, ഒരു കാര്യം ഈ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇവരൊക്കെ എന്താണ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ അത് വളരെ വേദനയോടുകൂടിയാണ് പറഞ്ഞത്. ഇവരൊക്കെയാണ് ഈ പറയുന്ന ഇതിലോട്ട് ഇറങ്ങുന്നത്, ഈ മാധ്യമ രംഗത്തേക്ക് ഇറങ്ങുന്നത്. സത്യമാണ്. ഇത് പിന്നെ എന്താണ് ഈ പിന്നെ മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഒരു നാലാം തൂണാണ് പിന്നെ മാധ്യമം എന്ന് പറഞ്ഞാൽ. ഇത് അങ്ങനെയല്ലെന്നേ. ഇത് എന്തും ഒരു ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ അതിനകത്തേക്ക് പിടിച്ച് കയറ്റിയിട്ടുണ്ട്, വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹം ഇന്ന് പിന്നെ ഉടുമുണ്ടിനിടയിൽ നിക്കറിട്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. നിക്കറിടാനുള്ള സമയം DYSP കൊടുത്തില്ലെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയിലെ ബാൻഡ് അത് ലൂസായി പോയിട്ടുണ്ടോ സംശയമുണ്ട്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ എന്താണ് ഇവന്മാർ ചെയ്യുന്നത്? ഞാൻ പറയാല്ല. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീട്ടിലെ TV വലുതായിട്ടൊന്നും പോയി ചെന്ന TV ഇടാറില്ല. ഞാൻ മുറിക്കകത്ത് കയറിയിരുന്ന് വല്ല വായിക്കുകയുള്ളൂ. കാരണം തുറന്നു കഴിഞ്ഞാൽ ഹണി റോസ്, ബോബി ചെന്നൂരിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ പറയുന്ന തരത്തിലുള്ള പിന്നെ ആങ്കറിങ്ങും എല്ലാം കൂടെ വന്നപ്പോൾ കേൾക്കാൻ വയ്യ. അതുകൊണ്ട് എല്ലാം കഴിയട്ടെ. അതിന് പുറമെ ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലാക്കി. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഇവിടെ കേരളത്തിൽ നടക്കുന്ന പല പ്രധാന വിഷയങ്ങളുടെയും വഴിതിരിച്ചു വിടാനും ജനശ്രദ്ധ മാറ്റാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടക്കുന്നതെന്നുള്ള സംശയിക്കാൻ കാരണമുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂർ ജയിലിലാണ്, നാളെ അവധിയാണ്, അവിടെ വേറെ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇന്ന് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടികളുമായിട്ട് പോകണം. അതാണ് ഇപ്പോഴത്തെ വാർത്ത. അതായത് രാഹുൽ ഈശ്വർ എന്താണ് ചെയ്തത്? അയാൾക്കൊരു അഭിപ്രായം പറഞ്ഞുകൂടെ? അയാൾ ഇന്ത്യയിലെ പൗരനല്ലേ, അയാൾക്കൊരു അഭിപ്രായം പറഞ്ഞുകൂടെ? അപ്പൊ ആ രീതിയിലേക്കാണ്. 2 ദിവസം ബോബി ചെമ്മണ്ണൂരൊന്നും കിട്ടില്ല, കാരണം ജയിലിലാണ്. ഇനി മിക്കവാറും ഇന്ന് രാഹുൽ ഈശ്വറിന്റെ വീട് വളഞ്ഞോ എവിടെയെങ്കിലും വെച്ച് രാഹുൽ ഈശ്വറിനെ പൊക്കും. മിക്കവാറും ഇന്നോ നാളെയോ സംഭവിക്കാൻ പോകുന്നത് അതാണ്. മനസ്സിലായോ? അപ്പൊ 2 ദിവസം ഇനി അതാണ് വാർത്ത. 2 ദിവസം അതാണ്. അപ്പോഴാൾക്കാർ തിങ്കളാഴ്ച ആകുമ്പോൾ ഇയാള് പിന്നെ ജാമ്യത്തിനാനും പോകാൻ സാധ്യതയുണ്ട്, ഹൈക്കോടതിയിലാനും അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതായി. അപ്പൊ ഇത് തന്നെയാണ് ഭരണകൂടം ആഗ്രഹിച്ചത്. ഭരണകൂടം ഈ ജനങ്ങളുടെ പൊതുവിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ ഇങ്ങനെ ഈ സൈക്കിൾ ചവിട്ടും പോലെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സൈക്കിൾ നമ്മൾ 1 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഴും. അപ്പോൾ വീഴാതിരിക്കണമെങ്കിൽ ഇതിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ട് ചവിട്ടണല്ല. അതിന് സിമ്പിളായിട്ട് പറയാം, പുലിവാല് പിടിക്കും പോലെ. കാരണം പുലിയുടെ വാലി പിടിച്ചിരിക്കുകയാണ്, പിടിച്ച് കറയിക്കൊണ്ടേ ഇരിക്കണം. കാരണം കറയിക്കൊണ്ട് കഴിഞ്ഞാൽ പുലി കടിക്കും. ആ അവസ്ഥയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണകൂടത്തിന് വളരെ തന്ത്രപരമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പൊതുജനത്തിനെ ഒന്നും അറിയിക്കാതിരിക്കുക, ജനങ്ങൾ ഇതൊന്നും അറിയാതിരിക്കുക. ജനങ്ങളുടെ വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് നടന്നല്ലോ, ഇവിടെ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് 3 മണ്ഡലങ്ങളിൽ നടന്നല്ലോ. എവിടെയെങ്കിലും ജനങ്ങളുടെ അഭിപ്രായങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? അവിടെ നീലപ്പെട്ടി, മറ്റേ പെട്ടി, മറിച്ച പെട്ടി എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ ഉണ്ടാക്കി അങ്ങ് പ്രചരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു ഏറ്റവും വലിയ അതാണ് പറയുന്നത്. അത് ഭരണകൂടം ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. കാരണം ഭരണകൂടം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അതിൽ കയറി പിടിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബോധപൂർവം ഇത്തരം വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഞാൻ ചോദിക്കുന്നത്, ഈ മാധ്യമങ്ങൾ ഞാനിപ്പോൾ കുറച്ച് വാർത്തകളുടെ പുറകിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് വാർത്തകൾ പറയാം. കാരണം ഈ കേരളത്തിൽ ഒരുപാട് ക്രൈം വർദ്ധിച്ചു വരികയാണ്. കൂടുതലും കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് ക്രൈം റേറ്റിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും 1ാം സ്ഥാനത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല ലഹരിയിലും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഹണി ട്രാപ്പ്, എന്ത് കാര്യത്തിനും ക്രൈം. അതോടൊപ്പം തന്നെ ഈ ആദിവാസി മേഖലയിൽ തിരുവനന്തപുരം ജില്ലയിലെ 2 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ആദിവാസി മേഖലകളിൽ മാത്രം കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്കിടയിൽ 45 പെൺകുട്ടികൾ, 21 വയസ്സിന് താഴെയുള്ള 35 പെൺകുട്ടികളും 10 അല്ലാത്തവരുള്ള ആത്മഹത്യകളും, 45 ആത്മഹത്യകളാണ് നടന്നത്. ഇതൊന്നും മാധ്യമങ്ങൾ എന്ത് ചർച്ചയാക്കാത്തത്? ഒരു മരണം വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇതൊക്കെയല്ലേ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത്? വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെ പോക്സോ കേസ് എടുത്തു. അതെന്താ, ഒരു ചെറിയ കോളം വാർത്ത വന്നു.
അപ്പൊ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നത്? സത്യം പറഞ്ഞാൽ ഭയം നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഈ പല തമാശകളും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ പറയാറുണ്ടെങ്കിലും ഇപ്പം ജീവിക്കാൻ പേടി തോന്നുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ പേടി തോന്നുകയാണ്. വല്ലാത്ത അവസ്ഥയാണ് കേരളം. ഒരു രക്ഷയുമില്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ഈ മാധ്യമങ്ങൾ ഈ പറയുന്ന ആവശ്യമില്ലാത്ത ഒരു വിഷയങ്ങൾ ഇത്രയും എനിക്ക് തോന്നുന്നു മത്സരം കൂടിയത് കൊണ്ടായിരിക്കാം. കാരണം മറ്റവൻ പോകുന്നില്ല, അവൻ ലൈവ് അടിക്കുന്നില്ല, നമ്മൾ ലൈവ് അതാണ് പറയുന്നത്. അതായത് പിന്നെ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു, ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും, മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും, പിന്നെ റിമാൻഡ്. ഇതെവിടെ തീരണ്ടേ? ഇത് അങ്ങനെ പോകുമ്പോൾ അയാളെ പുറകെ പോകാനും അവിടെയാണ് നമ്മളെ ചാനലുകളുടെ പ്രസക്തി വരുന്നത്. നമ്മളത് തുറന്നു പറയേണ്ടതാണ്. ഈ മുഖ്യമായ മാധ്യമങ്ങൾക്ക് മറ്റവൻ ലൈവ് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൈവ് അടിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കേണ്ടി വരും. അവരൊക്കെ അവരുടെ ഈ മുമ്പേ പോകുന്ന പശുവിൻ്റെ പുറകെ പോകുന്നത് പോലെ ഇങ്ങനെ വെറുതെ മൂത്രം ഒഴിച്ചുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ചില വാർത്തകൾ വേണ്ട, ഞങ്ങൾക്കത് എടുക്കണ്ട, ഞങ്ങൾ ഈ പറയുന്ന ബോച്ച ലൈവോ അല്ലെങ്കിൽ ഹണി ലൈവോ ഒന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ വേണം. ഞങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെയാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഉള്ള ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും നാളെ ജനങ്ങൾ അംഗീകരിക്കപ്പെടാൻ പോകുന്നത് നമ്മളെപ്പോലുള്ള മാധ്യമങ്ങളെ തന്നെയായിരിക്കും എൻ്റെ ഒരു കണക്കൂട്ടിൽ, എൻ്റെ ഒരു വിശ്വാസം. അല്ല കേട്ടോ, ഇതാണ് ഈ പറയുന്നത് പോലെ തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം ഈ മാധ്യമങ്ങൾ ഇതൊക്കെ ആണെങ്കിലും പൊതുജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കറിയാം. അപ്പോൾ അവർക്കറിയാം ഇത് ആരാണ് ശരി പറയുന്നത്, ആരാണ് തെറ്റ് പറയുന്നത് എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ടി വി കാണാൻ ആൾക്കാർ താല്പര്യം കുറവാണല്ലോ. അത് സീരിയൽ കാണാൻ മാത്രമാണ് ഇപ്പോൾ ആൾക്കാർ. വാർത്ത കാണാനൊന്നും അത്ര വലിയ സീരിയൽ പിന്നെയും കാണാം. കാരണം ഈ കൊച്ചുകുട്ടികൾക്ക് വാർത്ത കാണാൻ പറ്റാത്തതാണ്. കാരണം വാർത്ത കാണാൻ പറ്റില്ല. കാരണം പീഡനം, അത് ഇത് മറ്റേത് മറിച്ചത് മാങ്ങത്തൊരു ഇതെങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും കേരളത്തിലെ പൊതുജനങ്ങളിൽ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഒരു വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ. കാരണം നമ്മൾ ഈ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കിടന്ന് പറയുന്നത് കയ്യടി നേടാനല്ല. ഇതാണ് ഈ സമൂഹം നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരെ. ഞങ്ങളെ മാത്രം ചിന്തിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് വല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയോ ഭരണകൂടത്തെയും നേതാക്കന്മാരെയും സുഖിപ്പിക്കുന്ന വാർത്തകളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സെലിബ്രിറ്റി ആരെങ്കിലും വയസ്സറിയിച്ചു കഴിഞ്ഞാലോ ഗർഭിണിയായാലോ അവരുടെ തിരണ്ട് കല്യാണത്തിന് പോവുകയും അവിടെ പലഹാരം കൊണ്ട് ആരൊക്കെ വരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വാർത്ത ചെയ്താൽ മതിയാവും. പക്ഷേ ഞങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമൂഹത്തിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനെയൊക്കെ വേണ്ടേ. കാരണം സമൂഹത്തിൽ ഒരു അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ കൂടി നമ്മൾ ചിന്തിക്കണം, അവരെ കുറിച്ച് കൂടി ചിന്തിക്കണം. നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ആൾക്കാരുടെ കാഴ്ച പിന്നെ ശേഷിയെ തൃപ്തിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ആൾക്കാരുടെ ചിന്തയെയും അവരുടെ പിന്നെ എന്തു പറയാം മനസ്സിനെയും തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.